Rapid Revision. പത്താം ക്ലാസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതി അവതരിപ്പിക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. റാപ്പിഡ് റിവിഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഹിന്ദി. ക്ലാസ് നയിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെയിന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപിക സിനി കെ ജോസഫ്. നമസ്തേ, ഞാൻ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപികയാണ്. എൻ്റെ പേര് സിനി കെ ജോസഫ്. SSLC പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹിന്ദി പഠനത്തിന് നിങ്ങളെ സഹായിക്കുന്നതിനായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതിയിൽ ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു. Rapid Revision. ഹിന്ദി മനസ്സിലാക്കിയാൽ വളരെ എളുപ്പം മാർക്ക് വാങ്ങാവുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. 40 മാർക്കിലാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഒരു സെക്ഷനിൽ 4 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക് എന്നിങ്ങനെയാവും ക്വസ്റ്റ്യൻസ് വരിക. അതിൽ കോമൺ ആയിട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്കൊന്ന് നോക്കിപ്പോകാം. ആദ്യം തന്നെ ഉറപ്പായും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് പട്കഥ എന്ന് പറയുന്നത്. അതിന് 5 സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കണം. സ്ഥാൻ, സമയ, പാത്രത്തിൽ തന്നെ കഥാപാത്രങ്ങളുടെ പേര്, വയസ്സ്, വേഷം, അങ്ങനെ എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ ക്വസ്റ്റ്യനകത്ത് തന്നെ അതിനകത്ത് ഏത് വിഷയത്തെക്കുറിച്ചാണോ ഇന്ന പ്രസംഗിനെ കുറിച്ച് പട്കഥ എഴുതുക എന്ന് പറയുമ്പോൾ അതാണ് ആ സന്ദർഭം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന ഹിന്ദി അറിയാമോ എന്നുള്ളതിനെ കുറിച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് വരുന്ന ഒരു സെക്ഷനാണ് സംവാദ് എന്ന് പറയുന്ന 5ാമത്തെ സെക്ഷൻ. അപ്പൊ ഈ 5 കാര്യങ്ങൾ ചേരുന്നതാണ് നമ്മുടെ പട്കഥ എന്ന് പറയുന്നത്. പിന്നെ ഉറപ്പായും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡയറി എഴുതാനായിട്ട് നമുക്ക് ദിവസം, ഡേറ്റ് ഇവ രണ്ടും സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മൾ എഴുതുന്നത് ഞാൻ, എൻ്റെ എന്നുള്ള രീതിയിൽ, മേര, മേം, മുജ്കോ എന്നുള്ള രീതിയിലായിരിക്കണം എഴുതേണ്ടത്. പിന്നെ അടുത്തതായി വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പത്രലിഖന എന്ന് പറഞ്ഞാൽ കത്തെഴുതുക. കത്ത് തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം സ്ഥാൻ, താരീഖ്, പ്ലേസ്, ഡേറ്റ്, പിന്നെ സംബോധന ഉണ്ടായിരിക്കണം, അഭിവാദനം ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന അതേ ഇത് തന്നെയാണ് വിഷയം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, കത്തെഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ വിഷയം അത് എഴുതുക എന്നുള്ളതാണ്. അവസാനം ആപ്കാ മിത്ര, ആർക്കാണോ കത്തെഴുതാൻ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് അത് എഴുതി അവസാനിപ്പിക്കുക. സൈഡിലായിട്ട് അഡ്രസ്സ് എഴുതുക. ഇത്രയേ ഉള്ളൂ കത്തിൻ്റെത്. പിന്നെ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സമാചാർ അല്ലെങ്കിൽ റപ്പഡ് തയ്യാർക്കരെ. അതിന് ഉറപ്പായും ഹെഡിങ് ഉണ്ടായിരിക്കണം. നമ്മൾ പത്രവാർത്തയിലൊക്കെ കാണുന്നത് പോലെ ഹെഡിങ് എഴുതിയിരിക്കണം. ഒപ്പം നമ്മൾ നേരിട്ട് കാണുന്ന പോലെ അതിനെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുക. ആ ചോദ്യത്തിനകത്ത് തന്നെ നമുക്ക് ഉത്തരം എഴുതാനുള്ള പകുതി ഉണ്ടാവും, അല്ലെങ്കിൽ പാരഗ്രാഫിലുണ്ടാവും. അത് നോക്കി നമുക്ക് അത് പൂർത്തിയാക്കാവുന്നതാണ്. പിന്നെ അടുത്തതായി വരാവുന്നത് ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിൽ സബ്ജക്റ്റ് എന്തായാലും ചോദ്യത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഇടാം. സമയം തന്നിട്ടില്ലെങ്കിൽ ഇഷ്ടമുള്ള സമയം എഴുതാം. ഒപ്പം ഡേ ഓൾറെഡി തന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഡേ നമുക്ക് എഴുതാം. അതിനുശേഷം സബ്കാ സ്വാഗത്, എവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്, ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് താഴെയായി ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇതാണ് ഒരു പോസ്റ്റർ എന്നുള്ളത്. ഒരു പ്രോഗ്രാം നടത്തുന്ന പോസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. എന്നാൽ സന്ദേശവാക്യങ്ങൾ എഴുതുക എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ, പോസ്റ്റർ തയ്യാറാക്കാൻ വരുന്നതെങ്കിൽ നമ്മളതിന് ഉറപ്പായും 4 സന്ദേശവാക്യങ്ങൾ ഉൾപ്പെടുന്ന പോസ്റ്റർ ആയിരിക്കണം എഴുതേണ്ടത്. പിന്നെ വരുന്നത് വാക്യ വിസ്താർക്കരെ നമ്മുടെ പഴയ വാക്യ പിരമിഡാണ്. അതിന് ഒരു സെന്റൻസ് തന്നിരിക്കും. അതോടൊപ്പം തന്നെ ബ്രാക്കറ്റിൽ 3 വാക്കുകൾ തന്നിരിക്കും. അത് ആഡ് ചെയ്ത് മീനിങ് ഫുൾ സെന്റൻസുകളാക്കി മാറ്റി എഴുതിയാൽ നമുക്ക് 3 മാർക്ക് കിട്ടും. അടുത്തത് കവിതയാണെങ്കിൽ കവിതയുടെ ആശയം എഴുതുക. അത് ഉറപ്പായും വരുന്നതാണ്. പിന്നെ കവിതയോടൊപ്പം വരുന്നത് കവിതയുടെ ആശയം എഴുതാൻ കൂടാതെ തന്നെ വരുന്നത് അതിൻ്റെ സമാനാർത്ഥി ശബ്ദ ചേരുംപടി ചേർക്കാനോ ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ വരുന്ന ഒരു ചോദ്യം വാർത്താലാപ് ലിഖയും, സംവാദ്, ബാച്ചിത്ത്, ഇങ്ങനെ പല രീതിയിൽ വാർത്താലാപ് ലിഖയും എന്നും പറഞ്ഞുകൊണ്ട് വരാം. അതിന് നമ്മൾ ഉറപ്പായിട്ടും എന്ത് പഠിച്ചിരിക്കണം? ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിച്ചിരിക്കണം. കോൻ, കോം, ക്യോം, കബ്, കഹാം, കൈസേ, ക്യാ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സുകൾ നമ്മൾ പഠിച്ചിരിക്കണം. അതിന് നമ്മൾ ഒരു ഫുൾ സെന്റൻസ് ആയിട്ട് എഴുതണം എന്നില്ല. ക്യോം അല്ലെങ്കിൽ എപ്പോൾ, കബ് എന്നൊക്കെ ചെറിയ വാക്കുകൾ ചോദിച്ച് അതിന് ഉത്തരം പറയുമ്പോൾ ഒരു 2-3 വാക്കുകളിൽ എഴുതണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് ചരിത്രഗത വിശേഷതാവുമ്പോൾ ടിപ്പണി, കഥാപാത്ര നിരൂപണം എന്ന് പറയും. അതിന് ഹെഡിങ് ഉറപ്പായിട്ടും എഴുതുക. ഇനിയിപ്പോൾ നിങ്ങൾ പാരഗ്രാഫിൽ ഉള്ളത് തന്നെ എടുത്തെഴുതിയാലും
ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നതെന്നുള്ളത് അതിനകത്ത് ഹെഡിങ് ആയിട്ട് അങ്ങ് എഴുതിയിട്ട് തുടങ്ങുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഹെഡിങ് എഴുതിയതിന് ശേഷം ആ ആളെക്കുറിച്ച് തന്നെ, ഇപ്പോൾ രാജാറാം എന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ രാജാറാം എന്നുള്ളത് തുടക്കത്തിൽ എഴുതി അതിനകത്ത് തന്നിരിക്കുന്ന ഹിൻഡുകൾ എഴുതി അതിൻ്റെ അവസാനം ഹേ ഇട്ടാൽ നമുക്ക് മാർക്ക് ലഭിക്കാനുള്ള എളുപ്പവഴിയാണ്. A+, B ഒക്കെ കിട്ടേണ്ടവർക്ക് അത് പോരാ, നന്നായിട്ട് പഠിച്ചെഴുതുക. പിന്നെ വരുന്ന ചോദ്യം വ്യാകരണത്തിനകത്ത് നമുക്കറിയാം ഒരു സെൻറ്റൻസ് ഓൾറെഡി അവിടെ ഉദാഹരണം തന്നിരിക്കും, ഒരു സെൻറ്റൻസിനെ മറ്റൊരു കാലത്തിലേക്കോ മാറ്റിയോ തന്നിരിക്കും. അപ്പോൾ അതിനെ വീണ്ടും അടുത്ത് തന്നിരിക്കുന്ന സെൻറ്റൻസിനെ നമ്മളങ്ങനെ മാറ്റി എഴുതുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് കർത്താവ്, അതായത് പ്രവൃത്തി ചെയ്യുന്നയാൾ ഏകവചനമാണോ ബഹുവചനമാണോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. സ്ത്രീയാണോ പുരുഷനാണോ, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ആ വ്യാകരണം നമുക്ക് ശരിയാക്കാനായിട്ട്. അടുത്ത വരുന്ന ചോദ്യം സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. അതിന് നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിന് നമുക്ക് പാഠം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പാഠത്തിനകത്തെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിഞ്ഞാലേ അത് ശരിയായ രീതിയിൽ എടുത്തെഴുതാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ വരുന്നൊരു ചോദ്യമാണ് ക്രമബദ്ധകരെ, അതായത് പാഠത്തിൻ്റെ ആ ക്രമത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് എന്തറിയാൻ പറ്റുള്ളൂ, തെറ്റിപ്പോകാതെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ വരുന്നത് സഹി വികൽപ്പ് അല്ലെങ്കിൽ സഹി മിലാൻ കരെ, സഹി മിലാൻ ചേരുംപടി ചേർക്കുക. സഹി വികല്പം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരിക. ചുൻകർ ലിഖയും സഹി വികല്പ ചുൻകർ ലിഖയും ശരിയായ ചോയ്സ് ചേരുംപടി ചേർത്ത് എഴുതുക. അതിനിപ്പോൾ കായികങ്ങ എന്നും പറഞ്ഞിങ്ങനെ തരുന്നു. ഓപ്പോസിറ്റ് ഛാ എന്നും പറഞ്ഞുകൊണ്ട് തരുന്നിടത്ത് നമ്മൾ എടുത്തെഴുതാൻ ചേരുംപടി ചേർത്തുള്ള ഇത് വീണ്ടും തന്നിരിക്കും. 1, 3 ആണ് ശരി, 2, 4 ആണ് ശരി, അല്ലെങ്കിൽ 2, 3 ആണ് ശരി എന്നിങ്ങനെ ഓരോ ചോയ്സ് തന്നിട്ട് അതിനകത്തൊന്ന് ശരിയായിട്ടുള്ളത് എടുത്തെഴുതുക. അത് മാത്രമാണ് ഇപ്പോൾ കൂടുതൽ കുട്ടികൾക്കും കൺഫ്യൂഷനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്നത്. അത് ആദ്യം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഏതാണെന്നുള്ളത് എടുത്തെഴുതിയാൽ മാത്രം മതിയാവും. പിന്നെ വരുന്നത് കോമൺ ആയിട്ട് വരുന്ന പഠിക്കാത്ത നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതല്ലാത്ത ഒരു ചോദ്യം. അത് ഗദ്യമാവാം പദ്യമാവാം. അതിലേതെങ്കിലും ഒരു ഭാഗം തന്നിട്ട് നമ്മളോടത് വായിച്ചിട്ട് പദ്യമാണെങ്കിൽ അതിൻ്റെ ആശയം എഴുതാൻ വരാം, ഇല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. ഇതുപോലെ തന്നെ ഗദ്യഭാഗമാണെങ്കിൽ വായിച്ചിട്ട് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന പോലെ യാത്രാ വിവരണം എഴുതാനായിട്ട് വന്നിരുന്നു, ഇല്ലെങ്കിൽ ചോദ്യത്തിൽ അത് പാരഗ്രാഫ് വായിച്ച് ആൻസർ എഴുതാനുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിന്ദി ചോദ്യത്തിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 14 പാഠങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. 5 യൂണിറ്റുകൾ 14 പാഠങ്ങളും ഉണ്ട്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് സഫറോങ്കി ജുഗൽബന്ദി എന്ന് പറയുന്നതാണ്. യാത്രകളെക്കുറിച്ചുള്ളതാണ്, യാത്രാ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു യൂണിറ്റാണ്. അതിൽ ഖിഡ്കി എന്ന് പറയുന്നത് ട്രെയിൻ യാത്രയിൽ നമ്മുടെ അഞ്ജു ഖർബന്ത എഴുതിയ ഖിഡ്കി എന്ന് പറയുന്ന ലഘുകഥയാണ് ഒന്നാമത്തേത്. അതിൽ പറയുന്നത് ട്രെയിൻ യാത്രയുടെ അനുഭവം നുകരാനായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പുരുഷ കഥാപാത്രവും കുടുംബവും. അവർ ട്രെയിനിൽ ഷോൾ വിൽക്കുന്ന ഒരു യുവതിയെ പരിചയപ്പെടുന്നു. ആ യുവതിക്ക് ഇത്തിരി മോൾത്തോൽ കർക്കെ അവ ഷോൾ ബേസ്തി ഹേ എന്താ വില തർക്കിച്ചുകൊണ്ട് അവർ ഷോൾ വിൽക്കുന്നു. അപ്പോഴേക്കും വില കുറഞ്ഞ വിലയിൽ ഷോൾ വിൽക്കാനായിട്ട് പുരുഷ കഥാപാത്രത്തിൻ്റെ ഭാര്യ തയ്യാറാകുന്നു. അപ്പോൾ നമ്മുടെ പുരുഷ കഥാപാത്രം അങ്ങനെ മോൾത്തോൽ കർക്കെ ബേസ്നേവാലി യുവതിക്ക് ഹാലത്ത് ദേക്ക്, നമ്മുടെ യുവതിയുടെ ആ ഷോൾ വിൽക്കുന്ന യുവതിയുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട്, അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടിട്ട് തൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നു. ട്രെയിനിൽ ഇതുപോലെ സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്നതാണ് ആ പുരുഷ കഥാപാത്രത്തിൻ്റെ അച്ഛൻ. ആ ബുദ്ധിമുട്ട് ഓർത്ത് അദ്ദേഹം പഴയ കാര്യങ്ങളിലേക്ക് ഓർമ്മ പോകുന്നു. അതാണ് ആ ലഘുകഥയിൽ പറയുന്നത്. റാപ്പിഡ് റിവിഷൻ. അടുത്തത് ജിന്ദഗി കാ സഫർ ഹൈക്കു ജാപ്പനീസ് കവിതകളാണ്, ചെറിയ കവിതകൾ. അപ്പോൾ അതിനകത്ത് സുരംഗമ യാദവ്, ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ, കമല ഖുർപ്പ എന്നിവ 3 പേരുടെ ഹൈക്കുകളാണ് ഉള്ളത്. അടുത്ത പാഠത്തിൽ റൈൻ ബസേരേമേ യാത്രാവൃത്ത് അമൃതലാൽ വേഗഡ് യമുനാ തീരത്തൂടെ നടത്തിയ യാത്രാ വിവരണത്തെക്കുറിച്ചുള്ള ഒരു ദിവസത്തെ ഒരു വിവരണമാണ് അതിനകത്തും തന്നിരിക്കുന്നത്. അപ്പോൾ ഖിഡ്കി അഞ്ജു ഖർബന്തയുടെ ഖിഡ്കി എന്ന ലഘുകഥയിൽ വരുന്നത് പട്കഥ ഉറപ്പായിട്ടും വരാവുന്നതാണ്. അതിനകത്ത് സംഭാഷണം വരുന്ന ഏത് ഭാഗവും നമുക്ക് പട്കഥയ്ക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വാർത്താലാപ് മാത്രമായിട്ട് ചോദിക്കാം. കൂടാതെ ചരിത്രഗത വിശേഷതായി ചരിത്ര ടിപ്പണി എഴുതാനായിട്ട് പുരുഷപാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഷോൾ ബേസ്നെ വാലി യുവതിക്ക് ചരിത്രഗത വിശേഷതായും ലിഖയും എന്നും പറഞ്ഞ് ചോദ്യം വരാവുന്നതാണ്. കൂടാതെ ഗ്രാമർ പോർഷൻസും വരാം, പക്ഷേ അതിൽ നമുക്ക് ഉദാഹരണം തന്നിരിക്കും, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. രണ്ടാമത്തെ പാഠം ജിന്ദഗി കാ സഫർ, ജീവിതത്തിൻ്റെ യാത്ര. ജീവിതയാത്രയിൽ നമ്മൾ നേരിടുന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ളതാണ്. സുരംഗമ യാദവ് കി ഹൈക്കുയിൽ പറയുന്നത് അമീർ ലോഗോങ്കെ സുരക്ഷിത ജീവൻ
ധനവാന്മാരുടെ വീടുകളിൽ എപ്പോഴും സമൃദ്ധിയും സുഖവുമായിരിക്കും എന്നുള്ള ഒരു ഇതാണ് തരുന്നത്. സൂഖ യാ ബാഠ്, അവർക്ക് എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അവരുടെ ജീവിതം എപ്പോഴും സമൃദ്ധിയിലായിരിക്കും എന്നുള്ള ഒരു ഇതാണ് സുരംഗമ യാദവക്കിനി ഹൈക്കുവിൽ പറയുന്നത്. ഈ രണ്ടാമത്തെ ഹൈക്കുവായിൽ പറയുന്നത് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ പറയുന്നത് വൃദ്ധജനോങ്കി അകേല പെൻകെ ബാരേമേ. വൃദ്ധജനോങ്കി, ഇന്നത്തെ കാലത്ത് വൃദ്ധജനങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വൃദ്ധജൻ അപ്പനെ ബൂട്ടാപ്പേക്ക് അവസ്ഥാമേ സഹാര ഢൂണ്ട് രഹേ ഹേ. സഹാര, ആശ്രയം. അവർക്ക് മക്കള്, ബന്ധുക്കള് ഒക്കെയാണ് ആശ്രയമാകേണ്ടിയിരിക്കുന്നത്. പക്ഷേ അവരെ ആരെയും തൻ്റെ ചുറ്റും കാണാഞ്ഞിട്ട് വൃദ്ധജനങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഹൈക്കുവിലുള്ളത്. മൂന്നാമത്തെ ഹൈക്കുവിൽ കമല നിഖുർപ്പ പറയുന്നത് ദൂസരോങ്കെ പ്രതി ഹമേ പ്യാർ സഹാനുഭൂതി ആദി ഹോനാ ചാഹിയെ. നമുക്ക് മറ്റുള്ളവരോട് സ്നേഹവും ദയയും സഹാനുഭൂതിയും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ പറയുന്നത് ബർഫീലി നഗരിമേ പ്യാർക്കി ആഞ്ച് ഡൂണ്ടത്തി ഹേ. ബർഫീലി നഗരിമേ, തണുത്ത് വിറച്ച് നടക്കുന്നിടത്ത് സ്നേഹത്തിൻ്റെതായ ചൂട് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആജിക്കൽ പ്യാർ സഹാനുഭൂതി സബ് നഷ്ട ഹോ രഹാ ഹേ എന്നുള്ള ഒരു സന്ദേശമാണ് ആ ഹൈക്കുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മൂന്നാമത്തെ പാഠം റൈൻ ബസേരേമേ. റൈൻ ബസേരേമേ എന്ന് പറയുന്നത് യാത്രാവൃത്ത്, യാത്രാവിവരണമാണ് അമൃതലാൽ വേഗഡിൻ്റെത്. തീരെ തീരെ നർമ്മദ അമൃതലാൽ വേഗഡ് കി പദയാത്രാവുങ്ക സംഗ്രഹേ. ചിലപ്പോൾ വൺ വേർഡിന് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. തീരെ തീരെ നർമ്മദ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൻ്റെ സംഗ്രഹമാണ് തീരെ തീരെ നർമ്മദ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം വിശ്രമ സ്ഥലത്ത് റൈൻ ബസേരെ എന്നുള്ള അതിൻ്റെ അർത്ഥം വിശ്രമ സ്ഥലം, സത്രം എന്നൊക്കെയുള്ളതാണ്. നമുക്കറിയാം അമൃതലാൽ വേഗഡ് ചോട്ടു കെ സാത്ത് നർമ്മദ കെ കിനാരെ പദയാത്ര കർത്താഹേ. അമൃതലാൽ വേഗഡ് ചോട്ടുവിനോടൊപ്പം നർമ്മദാ തീരത്ത് പദയാത്ര നടത്തുന്നു. അങ്ങനെ ബാരിഷ് കെ കാരൻ, മഴ കാരണം അദ്ദേഹത്തിന് പഥോഡ ഗ്രാമത്തിൽ താമസിക്കേണ്ടി വരുന്നു. ഗാവ് കെ മന്ദിർ കെ വരാമതേമേ രഹത്തെ ഹേ. അങ്ങനെ ഒരു ഗ്രാമത്തിലെ ഒരു മന്ദിർ, അമ്പലത്തിന്റെ വരാന്തയിലാണ് അവർക്ക് അഭയം കിട്ടിയത്. ചോട്ടു ഖാന പകാത്തേ ഹേ അവർ ഖാനെ കെ ബാദ് ദോനോ സോത്തേ ഹേ. അവരെ ഭക്ഷണം ഉണ്ടാക്കി, ചോട്ടുവാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. സാധനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ചോട്ടുവാണ് സഹായകനായിട്ട് നമ്മുടെ അമൃതലാൽ വേഗടിനോടൊപ്പം ഉള്ളത്. ഖാനേക്കെ ബാദ്, കഴിച്ചതിന് ശേഷം അവർ ഉറങ്ങാൻ കിടക്കുന്നു. നീന്ത് ഖുൽത്തേഹി ലേഖകനെ ഏക്ക് പാഗൽ ആത്മീക്കോ അപ്പനെ പാസ് ബൈഠേ ദേഖ്താ ഹേ. എന്നാൽ ഉറക്കമുണരുമ്പോൾ, ഇടയ്ക്കെപ്പോഴും ഉണരുമ്പോൾ നമ്മുടെ അമൃതലാൽ വേഗഡ്, അതായത് ലേഖക, പാഗൽ ആത്മി, ഒരു ഭ്രാന്തനായ മനുഷ്യൻ തൻ്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പാഗൽ ആത്മി അപ്പനെ ആപ് സി ഐ ഡി കഹത്തെ ഹേ. അദ്ദേഹം CID ആണ് എന്ന് പറയുന്നു. ചാബൂക് സെ മാർനേക്ക് ധമക്കി ദേത്താ ഹേ. ചാട്ടവാറ കൊണ്ട് അടിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. പിട്ടു ഖോൽക്കർ, നമ്മുടെ അമൃതലാൽ വേഗന്റെ പിട്ടു എന്ന് പറഞ്ഞാൽ പെട്ടി തുറന്നിട്ട് എല്ലാ സാധനങ്ങളും, സാരി ചീസേം ബാഹർ ഭേങ്കത്താ ഹേ, എല്ലാ സാധനങ്ങളും വലിച്ചെറിയുന്നു. പിട്ടുമേ കിതാബ് ദേക്കർ ശാന്ത് ഹോത്താ ഹേ. ലേക്കിൻ, എന്നാൽ പിട്ടുമേ, പെട്ടിയിൽ പുസ്തകങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭ്രാന്തമായ ആ ഒരു പ്രവൃത്തിയെല്ലാം അദ്ദേഹം ശാന്തനാവുന്നു. ലേഖക ഏക് അധ്യാപക ഹേ യഹ് ജാൻകർ ഉൻകെ പയർ ദബാത്താ ഹേ. ലേഖകൻ തും കോൻ ഹോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ലേഖകൻ പറയുന്നുണ്ട് ഞാനൊരു അധ്യാപകനാണ് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കാല്, പാഗലാത്മി ഗുരുവിന്റെ ആ അധ്യാപകന്റെ കാല് ദബാത്താ ഹേ, കാല് ഞെക്കുകയും അദ്ദേഹത്തിന്റെ കൈയും കാലും എല്ലാം തടവി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. പോകാൻ നേരത്ത് ഉൻകെ ഹാത്തോമേ 20 പൈസേക്ക സിക്ക രഹ്ദേത്താ ഹേ. എന്താണ്? 20 പൈസയുടെ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു 20 പൈസ നമ്മുടെ ലേഖകന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പാഗലാത്മി വിക്ഷിപ്ത അവസ്ഥാമേ ഭി ഗുരു കാ ആദർ കർത്താ ഹേ. ആ ഭ്രാന്തിന്റെ ആ മൂർധന്യ അവസ്ഥയിൽ ഇങ്ങനെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ആ ഭ്രാന്തൻ ഗുരുവാണ് എന്നറിയുമ്പോൾ അദ്ദേഹത്തെ വളരെയധികം ആദരിക്കുന്നു. ഗുരു കാ ആദർ കർത്താ ഹേ. ലേഖകോ ശിക്ഷകക്കെ രൂപമേ പാഗലാത്മീയ സേ മിലേ സിക്ക സർവശ്രേഷ്ഠ സമ്മാൻ മാനാ ജാത്താ ഹേ. ലേഖകന് ആ ശിക്ഷകക്കെ രൂപമേ, അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ്, അല്ലെങ്കിൽ ആദരവാണ് ആ 20 പൈസ എന്ന് അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ കഥയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്, അതായത് സംഭാഷണം വരുന്ന എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് പട്കഥ വരാവുന്നതാണ്. ഡയറി ലേഖൻ, ആ ഗുരുവിൻ്റെ ഡയറി എഴുതാൻ വരാം, ചോട്ടുവിൻ്റെ ഡയറി എഴുതാൻ വരാം, പിന്നെ പാഗലാത്മിയുടെ ഡയറി വേണമെങ്കിലും എഴുതാനായിട്ട് വരാവുന്നതാണ്. വാർത്താലാപ് ഇതിനകത്ത് ധാരാളം ഉള്ളതുകൊണ്ട് വാർത്താലാപ് എഴുതാനായിട്ട് വരാം. പാഗലാത്മിക ചരിത്രഗത വിശേഷതാവുമ്പർ ടിപ്പണി, കൂടാതെ അമൃതലാൽ വേഗടിൻ്റെ ടിപ്പണി ചരിത്രഗത വിശേഷതായും അതും എഴുതാനായിട്ട് വരാവുന്നതാണ്. സഹി പ്രസ്താവ് ചുൻകർ ലിഖയും ഈ പാഠത്തിൽ
വരാവുന്ന ഒരു ചോദ്യമാണ്. കൂടാതെ നേരത്തെ ഫസ്റ്റ് ടൈമിൽ വന്നതുപോലെ യാത്രാ വിവരണം തയ്യാറാക്കാൻ വരാം. നിങ്ങളുടെ സ്വന്തം യാത്രാ വിവരണം തയ്യാറാക്കുക എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ അതിനകത്ത് പാരഗ്രാഫ് വന്നിട്ട് ഏതെങ്കിലും ഒരു യാത്രാ വിവരണം തന്നിട്ട് അതിൽ നിന്ന് പാരഗ്രാഫിൽ നിന്ന് ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തി എഴുതാവുന്ന അങ്ങനത്തെയും ചോദ്യങ്ങൾ വരാവുന്നതാണ്. റാപ്പിഡ് റിവിഷൻ. ഇനി രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്നത് ഉമ്മീദ് കി ദുനിയ, പ്രതീക്ഷകളുടെ ഒരു ലോകം. നാളത്തെ വാഗ്ദാനങ്ങളായ കുട്ടികളെക്കുറിച്ചുള്ള ഒരു കവിതയാണ് ആദ്യം തന്നിരിക്കുന്നത്. അദ്നാൻ കഫീൽ ദർവേസിന്റെ മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്നുള്ള പാഠം. അതിൽ പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഉള്ള കുട്ടികൾ, നമ്മൾ അച്ഛനും അമ്മയും പറയുന്നത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അതിലേ പോകണം, ഇതിലേ പോകണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കെട്ടുപാടുകളിൽ കഴിയുന്ന കുട്ടികൾ, അവർ ഈ കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഒരു നാൾ അവരവരുടേതായ ലോകത്തിലേക്ക് പോകും. ഈ പ്രകൃതിയുടെ സുന്ദരത അവർ ആസ്വദിക്കാനായിട്ട് ഇറങ്ങും എന്നൊക്കെയുള്ള ഒരു മെസ്സേജാണ് ഇതിനകത്ത് തരുന്നത്. അദ്നാൻ കഫീൽ ദർവേസ് की कविता है मेरी दुनिया के तमाम बच्चे दुनिया के भविष्य है, हमें उनकी देखभाल और शिक्षा के लिए काम करना चाहिए. നമുക്ക് കുട്ടികളെ പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. തെറ്റായ രീതിയിലുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവരുടെ ശിക്ഷണമോ അല്ല നടത്തേണ്ടത്. അവർക്ക് അവരുടേതായ സ്വതന്ത്ര ചിന്തകളിലൂടെ കടന്നു പോകാനുള്ള അവസരം നൽകണമെന്നും പിന്നീട് മുമ്പോട്ട് അവരെ ഭാവിയിൽ നല്ല മനുഷ്യരായി വളർന്നു വരണം എന്നുള്ള ഒരു മെസ്സേജൊക്കെയാണ് ഇതിനകത്തൂടി നൽകുന്നത്. അതിനകത്ത് ഇപ്പോൾ യുദ്ധം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് തടഞ്ഞു വെക്കുന്ന ഒരു നല്ല കാര്യത്തിന് ആണെങ്കിൽ പോലും അതിൽ നിങ്ങൾ ആ ചങ്ങലയെല്ലാം പൊട്ടിച്ച് പുറത്തേക്ക് പോകും. ഒരു ദിവസം ഏക് ദിൻ ബച്ചെ പ്രകൃതിക്ക് സാത്ത് രഹേങ്കി, ഒരു ദിവസം അവർ പ്രകൃതിയോടൊപ്പം അവര് വളരും, പ്രകൃതിയോടൊപ്പം വളർന്ന് ഖൂബ് ഖുഷിയാ മനായെങ്കി, ധാരാളം സന്തോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ പങ്കിടും. ബച്ചെ ഹർ ചീസ് മേ പരിവർത്തൻ ലായെങ്കി, അവർ എല്ലാ കാര്യത്തിലും ഈ ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും സുന്ദർ ബനായെങ്കി, ഈ ലോകത്തെ സുന്ദരമാക്കി തീർക്കും എന്നുമൊക്കെയുള്ള മെസ്സേജാണ് ഈ കവിതയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങൾ ആശയം എഴുതുക. പിന്നെ കവിതയ്ക്ക് എപ്പോഴും വരാവുന്ന ഒരു ചോദ്യമാണ് ആശയം വാലി പങ്ക്തിയാ കവിതാസെ ചുൻകർ ലിഖേ. ഈ ആശയം വരുന്ന വരികൾ ഏതാണെന്ന് എടുത്തെഴുതുക. എളുപ്പം മനസ്സിലാക്കാവുന്ന ആ വാക്കുകളൊക്കെയുള്ള വരികൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ വരികൾ 1-2 വരികൾ മാർക്ക് നോക്കി വേണം എഴുതാൻ. 2 മാർക്കിൻ്റെ ആണെങ്കിൽ 2 വരികൾ എഴുതാം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മാർക്ക് മുഴുവൻ നമുക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ വരുന്നതാണ് സഹി മിലാൻകരെ എന്നുള്ളത് ആശയം ചിലപ്പോൾ പകുതിയായിട്ട് AB പാർട്ടുകളായിട്ട് തരാം. അതിനകത്തൊന്ന് എടുത്തെഴുതിയാൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അടുത്ത പാഠം വൈറ്റ് ക്യാപ്പ് കഥയാണ് ലോകബാബുവിൻ്റെ. അതിൽ കേശവ എന്ന് പറയുന്ന 8 വയസ്സുകാരനായ പൊക്കം കുറഞ്ഞ ഇരുനിറമാക്കാരനായ ഒരു കുട്ടിയുടെ കഥയാണ്. അവന് പരീക്ഷയൊക്കെ ശേഷം അവൻ്റെ അച്ഛനും അമ്മയും പട്ടണത്തിൽ ജോലി ചെയ്യുന്നു. തൊഴിലാളികളാണ്, കെട്ടിടം പണിയിൽ സഹായിക്കുന്നവരാണ്. അവിടേക്ക് പട്ടണത്തിലേക്ക് പോകുന്നു കുട്ടി. മുത്തച്ഛനോടൊപ്പം ഗ്രാമത്തിലായിരുന്നു. അവിടെ നിന്ന് കുട്ടി വാശി പിടിച്ച് അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ദാദാജി ഉസേ ബസ് മേ ബിഠാക്കർ മാതാപിതാക്കെ പാസ് ലാജ് ചോർത്തേ ഹേ. ദാദാജി മുത്തശ്ശൻ ബസ്സിൽ കയറ്റിയിരുത്തി അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് കുട്ടിയെ പറഞ്ഞു വിടുന്നു. കേശവക്കോ അസ്ഥായി ഡേരമേ അകേല രഹന പട്ടാ ഹേ. അസ്ഥായി ഡേര എന്ന് പറഞ്ഞാൽ സ്ഥിരമല്ലാത്ത ഒരു ടെൻറ്റ്. ഡേര എന്ന് പറഞ്ഞാൽ ടെൻറ്റ് കെട്ടിയാണ് അവിടെയുള്ളവർ താമസിക്കുക. സ്ഥിരം പണിക്കാരല്ലാത്തതുകൊണ്ട് അസ്ഥായി സ്ഥിരമല്ലാത്ത ഒരു ടെൻറ്റിലാണ് അവർ താമസിക്കുന്നത്. കുട്ടിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നു. ബാഹർ നികാൽക്കർ പൂരെ കോളനിമേ ചക്കർ കർത്താഹേ. അവന് ചുറ്റിക്കറങ്ങുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോയതിനു ശേഷം ക്രിക്കറ്റ് ഖേൽനെ വാലെ ലഡ്കോങ്കെ പാസ് പഹുഞ്ച്താഹേ. അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്നവരുടെ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നു. എന്നും അങ്ങനെ ക്രിക്കറ്റ് കളി കാണാനായിട്ട് അവൻ പോകുന്നു. ഉസ്പർ ഷഹരി ബച്ചെ മസാ കുടാത്തേ ഹേ. ഷഹരി ബച്ചെ, അവിടെ പട്ടണത്തിലെ ആ കുട്ടികൾ, കളിക്കുന്ന കുട്ടികൾ അവനെ കളിയാക്കുകയും ചെയ്യുന്നു. ഖിലാഡിക്ക അഭാവമേ കേശവക്ക ജരൂരത്ത് ഹോത്താഹേ. എന്നാൽ ബോൾ എടുത്തു കൊടുക്കാനായിട്ട് വെളിയിലേക്ക് പോകുമ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബോൾ എടുത്തു കൊടുക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളിക്കാരൻ ഇല്ലാത്ത അഭാവത്തിൽ ആ കുട്ടിക്ക് കളിക്കാനുമുള്ള അവസരം മാത്രമാണ് അവർ കൊടുത്തിരുന്നത്. ഏക് ദിൻ, ഒരു ദിവസം അവിടെ ഒരു മാച്ച് നടക്കുന്നു, ടെസ്റ്റ് മാച്ച് നടക്കുന്നു. അപ്പോൾ ഒരു നിർമ്മാണാധീന ഇമാരത്തെ എന്ന് പറഞ്ഞാൽ പണി തീരാത്ത വീടിൻ്റെ ഊപ്പർ ഗിർജാത്താഹേ, മുകളിൽ വീഴുന്നു. കേശവ ബോൾ ലേനേക്കിലെ അസ്ഥായി ചാലീസെ ഊപ്പർ ചട്ടാഹേ. കേശവ് പക്ഷേ ബോൾ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉറപ്പില്ലാത്ത വഴിയിലൂടെ കയറി, താൽക്കാലികമായിട്ട് കമ്പൊക്കെ വെച്ച് കെട്ടിവെച്ചിരിക്കുന്ന വഴിയിലൂടെ കയറി ഏറ്റവും മുകളിൽ ചെല്ലുന്നു. ചത്സെ നീച്ചെ ഗിർത്താഹേ. എന്നാൽ
അവന് ബോൾ എറിഞ്ഞു കൊടുത്തതിന് ശേഷം തിരിച്ചിറങ്ങുന്ന വഴിക്ക് എന്ത് ചെയ്തു? ഛത്സെ നീച്ചേ ഗിർത്താഹെ, കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അവൻ താഴെ വീഴുന്നു. ഉസ്കെ ഹാത്ത് പയർ കി ഹഡിയാം ടൂട്ട് ജാത്തി ഹെ, അവൻ്റെ കൈയും കാലുമെല്ലാം ഒടിയുന്നു. അസ്പതാൽ ലേ ജാത്തെ ഹെ, ഹാത്ത് പയർ പർ പ്ലാസ്റ്റർ ദേക്കർ ഉസ്കെ പ്രതി ലഡ്കോങ്ക മനോഭാവ ബദൽത്താ ഹെ. അവർക്ക് വേണ്ടി സഹായിക്കാനായിട്ട് പോയ കേശവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ കുട്ടികൾക്ക് വളരെ വിഷമമുണ്ടാവുന്നു. ക്രിക്കറ്റ് കി സാമഗ്രിയാം കേശവക്കോ ദേത്തെ ഹെ, അവന് കേശവ് വീണ്ടും തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം. അപ്പോൾ ആ അവസ്ഥയിൽ കുട്ടികൾ ക്രിക്കറ്റിൻ്റെ ആ ബാറ്റും വെച്ച് കിട്ടുന്ന പാടും ഇതെല്ലാം എന്ത് ചെയ്യുന്നു? കേശവിന് കൊടുത്തു വിടുന്നു. തബിയത്ത് ഠീക് ഹോ ജാനേക്ക് അപ്പനെ ടീമേ ഖേൽനേക്ക അവസർ ഭി ദേത്താ ഹെ. അവർ പറയാണ്, നീ തിരിച്ചു വരുമ്പോൾ നിൻ്റെ അസുഖമെല്ലാം മാറി എല്ലാം നീ ഓക്കെ ആയി തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൂടെ കളിക്കണം എന്ന് ക്യാപ്റ്റൻ ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഉസ്കെ സിർ പർ വൈറ്റ് ക്യാപ് പഹന്താ ഹെ, അവൻ്റെ തലയിൽ വെള്ളത്തൊപ്പി വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് വൈറ്റ് ക്യാപ്പ് എന്ന പാഠത്തിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് നമുക്ക് പട്കഥ എഴുതാനായിട്ട് വരാം. ഇതിനകത്ത് സംഭാഷണമുണ്ട്. അതുകൊണ്ട് പട്കഥ ഈ ഗദ്യഭാഗത്തു നിന്ന് എല്ലാ പാഠങ്ങളിൽ നിന്നും നമ്മൾ പട്കഥ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഡയറി എഴുതാനായിട്ട് വരാം. കേശവിൻ്റെ ഡയറി വരാം. കുട്ടികളുടെ ഏതെങ്കിലും ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അവൻ്റെ ഡയറി എഴുതാൻ വരാം. പിന്നെ കേശവക്ക ചരിത്രചിത്രൻ, കേശവിൻ്റെ ചരിത്രചിത്രം എന്ന് പറയുമ്പോൾ അവൻ്റെ വയസ്സ്, അവൻ്റെ ചോട്ടാസാൻ അട്ടാസാൻ എന്നൊക്കെയുള്ള അതൊക്കെ എഴുതണം. പിന്നെ അച്ഛനും അമ്മയും ഷഹറിൽ ജോലി ചെയ്യുന്നു, അവിടെ പോകുന്നു. പിന്നെ കുട്ടികൾ അവനെ കളിയാക്കുന്നതും ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം ചരിത്രചിത്രം എഴുതാനായിട്ട്. ഘടനാവോങ്കോ ക്രമബത്ത് ഘർക്കെ ലിഖേ എന്നുള്ളതിന് ഘടന എല്ലാം അറിയണമെങ്കിൽ നമ്മൾ പാഠം നന്നായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ കത്തെഴുതാനായിട്ട് വരാം. അവൻ്റെ അവസ്ഥയിൽ അവൻ തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർക്ക് കത്തെഴുതുന്നതായിട്ട് നമുക്ക് ചോദ്യം വരാവുന്നതാണ്. അടുത്ത ഇക്കായി ദിലോങ്ക മിലൻ. ദിലോങ്ക മിലൻ എന്നുള്ളതിനകത്ത് നമ്മൾ പറയുന്നത് മനസ്സുകളുടെ കൂടിച്ചേരൽ. അതിനകത്ത് മറ്റുള്ളവർക്ക് നമുക്ക് എങ്ങനെ ഉപകാരം ചെയ്യാം, നന്മ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ആ പാഠത്തിൽ പറയുന്നത്, ആ യൂണിറ്റിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ദില്ലിമേ ഉനീന്തേയും, ദില്ലിയിലെ ഉറക്കമില്ലാത്ത ആ ദിവസങ്ങൾ എന്നുള്ള ഒരു സംസ്മരണമാണ്. അത് എഴുതിയിരിക്കുന്നത് ഗഗൻ ഗിൽ ആണ്. ഗഗൻ ഗിലിൻ്റെ സംസ്മരൺ. അതിനകത്തെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് രാജാറാം എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്. ആ ഓട്ടോ യാത്ര നമ്മുടെ ഗഗൻ ഗിൽ ബിർല മന്ദിർ കെ ബാഹർ കെ ഓട്ടോ പകർത്തി ഹേ. ഗഗൻ ഗില് ബിർല മന്ദിറിന്റെ പുറത്ത് ഓട്ടോ പിടിച്ച് തന്റെ വീട്ടിലേക്ക് യാത്രയാവുകയാണ്. അപ്പോഴാണ് ആ ഓട്ടോക്കാരനെ ഗഗൻഗില് ശ്രദ്ധിക്കുന്നത്. എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുന്ന വളരെ ക്ഷീണിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കൂടുതൽ അറിയണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടും അദ്ദേഹം നമ്മുടെ ഗഗൻഗിൽ റേഡിയോയിൽ ജോലി ചെയ്യുന്ന ഒരു ആളായതുകൊണ്ടും അന്ന ഔർ ഭൂക്ക് ശൃംഖലാക്കെ പ്രോഗ്രാം, ഭക്ഷണവും അല്ലെങ്കിൽ വിശപ്പ് എന്നുള്ള ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നവരായതുകൊണ്ടും അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു ഇന്റർവ്യൂ നടത്തണമെന്ന് തോന്നുന്നു. അങ്ങനെ നാളെ വരാമോ എന്നുള്ള ചോദിക്കുന്നു. അങ്ങനെ നാളെ വരാം, നാളെ രാവിലെ 10 മണിക്ക് വരാം എന്നുള്ള ഒരു കരാറിൽ അവർ വീട്ടിൽ നിന്നും പിരിയുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ മാത്രമാണ് ആ ഡ്രൈവറോട് പേര് ചോദിക്കുന്നു. പേരെന്താണ്? രാജാറാം. രാജാറാം 8 സാൽ തക്ക് ചാന്ദിനി ചൗക്ക് സൈക്കിൾ റിക്ഷ ചൽത്താ ഹെ. അദ്ദേഹം ചാന്ദിനി ചൗക്കിൽ ആദ്യം റിക്ഷ ഓടിക്കുമായിരുന്നു. അതിനുശേഷം 1.5 സാൽ തക്ക് മുഫ്തുമേ സേവാ കർത്താ ഹെ ഏക അമീർ ആദ്മിക്കോ. ഒരു ധനികനായ ഒരു മനുഷ്യന് 1.5 വർഷത്തോളം അദ്ദേഹം സേവനമായിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്തു. അതിന് ഉപകാരമായിട്ട് അദ്ദേഹം രാജാറാമിന് ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു. പുതിയതല്ല, പഴയ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു. അതിനു മുമ്പ് അദ്ദേഹം ഗ്രാമത്തിൽ UP-യിൽ ഉന്നാവ് എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രാമം അവിടെയാണ്. അവിടെ ഖേത്ത് മസൂരി വയലിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം അവിടുന്ന് മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായപ്പോൾ തൻ്റെ വീടെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ തിരിച്ച് ഡൽഹിയിലേക്ക് വരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വീടില്ല. ബേഖരി ഹേ. ബേഖർ എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവനാണ്. ഓട്ടോ ഹി ഉസ്ക ഘർ ഹേ. ദില്ലിയിലോ എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓട്ടോ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. സാമാൻ സബ് സീറ്റ് കെ നീച്ചെ രഖാ ഹേ. അദ്ദേഹത്തിൻ്റെ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ സീറ്റിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. പബ്ലിക് ശൗചാലയ ഉപയോഗകർത്താ ഹേ. പബ്ലിക് ശൗചാലയത്തിൽ പോവുകയും സടക്ക് കെ കിനാരെ കെ നൽസെ നഹാത്താ ഹേ. റോഡിലെ ഏതെങ്കിലും ഒരു പൈപ്പിൽ നിന്ന് അദ്ദേഹം കുളിക്കുകയും പിന്നെ കിസി ഡാബേസെ ഖാന ഖാത്താ ഹേ. ഏതെങ്കിലും വഴിയിൽ കാണുന്ന ചെറിയ ഏതെങ്കിലും കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഓട്ടോയിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നു. ഓട്ടോ ഹി ഉസ്ക ഘർ ഹേ. 2 വക്ത് കി ഭൂക്ക് മിഠാനെ സെ വഹ് ബഹുത്ത് ഖുഷ് ഹേ. 2 നേരത്തെ ഭക്ഷണം കിട്ടുമ്പോൾ അദ്ദേഹം, അല്ലെങ്കിൽ വിശപ്പ് ഇല്ലാതാവുമ്പോൾ ഭക്ഷണം കിട്ടുമ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷവാനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 2 നേരം ഭക്ഷണം ലഭിക്കുക, ഇത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ
ലക്ഷ്യം. മറ്റുള്ളവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാനും എല്ലാ മനസ്സുള്ള നല്ല മനസ്സിനുടമയുമാണ് രാജാറാം. അപ്പോൾ ഇത്രയുമാണ് ആ കഥയിൽ ഉള്ളത്, സംസ്മരണിൽ ഉള്ളത്. ദില്ലി മേ ഉനീന്തേം എന്ന് പറയുന്ന ആ സംസ്മരണിൽ ഉള്ളത്. അപ്പോൾ അതിന് ഉറപ്പായിട്ടും പട്കഥ വരാം. പട്കഥ തിരക്കഥ എഴുതുക എന്ന് പറയുമ്പോൾ ആ 5 സ്റ്റെപ്പുകളോടുകൂടി തന്നെ നമ്മൾ എഴുതേണ്ടതുണ്ട്. അതിനുശേഷം ഡയറി എഴുതാൻ വരാം, കത്ത്. ഇതൊക്കെ കോമൺ ആണ്, എല്ലാ ഗദ്യ പാഠത്തിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങളാണ്. പട്കഥ, ഡയറി, പത്ര. സഹി മിലാൻ കരെ, ചേരുംപടി ചേർക്കുക. പിന്നെ ഈ പാഠത്തിലെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ബേഘരോങ്കി സമസ്യ, വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് അതും ഇതിനകത്തുനിന്ന് വരാവുന്ന ഒരു ടിപ്പണിയാണ്. ഘടനാവുങ്കോ ക്രമബദ്ധ കർക്കെ ലിഖയും, ക്രമത്തിൽ പാഠഭാഗത്തെ ക്രമത്തിലാക്കി എഴുതുക എന്നുള്ള ഒരു ചോദ്യവും ഇതിനകത്ത് വരാവുന്നതാണ്. Rapid revision.